ഇന്ന് നമ്മൾ നോമ്പ് 5-ൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. റമദാൻ 1 മുതലുള്ള ഇഫ്താർ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. 4 മാത്രം ഇട്ടിട്ടില്ല. 4-ന് നമ്മൾ നാസ്ത പുറത്തുനിന്നായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കാനുള്ള ആ ഒരു സ്നാക്സും ബാക്കി കാര്യങ്ങളും മാത്രം ആക്കിയിട്ട് നാസ്ത പുറത്തുനിന്നാണ് കേട്ടോ കഴിച്ചത്. അതുകൊണ്ട് തന്നെ അന്ന് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇടിയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി ഇതിനകത്ത് പറയുന്നുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇടിയപ്പത്തിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കുറച്ച് ഉപ്പും കൂടി ഇട്ടുങ്ങായിട്ട് അതവിടെ തിളക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള പൊടി എടുക്കാം. എത്ര കുറച്ചെടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ ഉണ്ടാക്കി വരുമ്പോൾ ബാക്കിയാവണം കേട്ടോ ചെയ്യാറ്. ഒരു ദിവസം ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ ബാക്കി വന്നുകൊണ്ട് തന്നെ അന്നെടുത്തതിനേക്കാളും കുറച്ച് പൊടിയാണ് ഇപ്പം എടുത്തത്. എങ്കിൽ കൂടി അതും ബാക്കിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും കുറച്ച് പൊടി ഇട്ട് വെക്കാം. പിന്നെ ഞാൻ ആ നേരം കൊണ്ട് മുട്ട കഴുകിങ്ങായിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊരൊറ്റ വിസിൽ വരുമ്പോഴത്തേനും മുട്ട വെന്ത് കിട്ടും. പിന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിങ്ങായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടിയില്ലേ അതിനകത്തേക്ക് വെള്ളം കുറച്ചായി ഒഴിച്ചു കൊടുത്തിങ്ങായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഈ തിളപ്പിക്കുന്ന വെള്ളത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കണേ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മളങ്ങനെ ഒഴിക്കാറില്ല കേട്ടോ. നമ്മളിത് കൈ കൊണ്ട് കുഴയ്ക്കൂലേ, ആ സമയത്ത് കയ്യിൽ വെളിച്ചെണ്ണ തടവിങ്ങായിട്ടാണ് ഇടിയപ്പത്തിന് കുഴച്ചെടുക്കാറ് കേട്ടോ. പെട്ടെന്ന് കഴിയുന്ന പണിയാണ് കേട്ടോ ഈ പത്തിരി ഇടിയപ്പമൊക്കെ. നമ്മുടെ റംസാന് കൂടുതൽ ഉണ്ടാക്കാറും പത്തിരി ഇടിയപ്പമൊക്കെ തന്നെയാണ് കേട്ടോ. അത് ആ മാവ് കുഴച്ചിങ്ങായിട്ട് അതവിടെ മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം എടുക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചിക്കന് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടുങ്ങായിട്ട് വേവിച്ച് ചോപ്പ് ചെയ്തിങ്ങായിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തേങ്ങ ചിരകിയതും. അപ്പോൾ അതെടുത്തിങ്ങായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള ചിക്കൻ ഇനി നമുക്കൊന്ന് സിബ്ലോ കവറിൽ കുറച്ചായിട്ട് മാറ്റി വെക്കണം കേട്ടോ. സാധാരണ ചിക്കൻ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ആക്കി വെക്കാറ്. ഇപ്പോൾ അങ്ങനെ തന്നെ നേരെ ആക്കി വെക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് കുറച്ച് മതിയല്ലോ കറിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് 3 കവറാക്കി ഇങ്ങോട്ട് മാറ്റിയിട്ട് 3-മേലും എഴുതി കൊടുക്കണം കേട്ടോ എന്ത് ഇതിനൊക്കെ ഉള്ളതെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ മറന്നു പോവും. അപ്പോൾ കുറുമയ്ക്കുള്ളതും ഫ്രൈക്കുള്ളതും അതുപോലെ തന്നെ കറിക്കുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നേരെ ഫ്രീസറിലേക്ക് വെക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ചിക്കൻ എടുക്കണില്ല, അതുകൊണ്ട് ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഫ്രഷ് ചിക്കനാണ് കേട്ടോ. ഫ്രിഡ്ജിലാണ് ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ടായിരുന്നത്. അതെടുത്ത് പുറത്ത് വെച്ചിങ്ങായിട്ട് ഇതുപോലെ പാർട്ട് ആക്കിങ്ങായിട്ട് നേരെ ഫ്രീസറിൽ കയറ്റിട്ടോ. പിന്നെ നമ്മളിന്ന് അട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പിൻ്റെ അട പുഴുങ്ങിയത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതെടുത്തിങ്ങായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷമാണ് കേട്ടോ കഴുകി എടുക്കുന്നത്. ഇന്നപ്പോൾ നമ്മൾ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് അടയും അതുപോലെ തന്നെ ചിക്കൻ ചീസ് ബോക്സും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലയൊക്കെ മുറിച്ചെടുത്തിങ്ങായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇലയുടെ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. എങ്കിൽ കൂടി ഇതിൽ പറഞ്ഞുതരാം. ഗോതമ്പിൻ്റെ പൊടിയിൽ കുറച്ച് ഉപ്പിടാം, പിന്നെ വെള്ളം കൂടെ ഒഴിച്ചിങ്ങായിട്ട് ഇതുപോലെ നല്ല ലൂസ് പരുവത്തിൽ മാവ് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇലയിൽ കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക. വെള്ളത്തിലൊന്ന് കൈ തൊട്ട് കൊടുത്തിങ്ങായിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. ഇതിനകത്തേക്കുള്ള ഫില്ലിങ്സ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ശർക്കരപ്പാനി ഉണ്ടാക്കിങ്ങായിട്ട് അതിനകത്തേക്ക് തേങ്ങയും ഏലക്കായുടെ പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടുങ്ങായിട്ട് ഇതുപോലെ നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം അത് ചൂടാറി കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഇതുപോലെ ഇലയുടെ ഉണ്ടാക്കി തുടങ്ങേണ്ടത്. ഇതുപോലെ വെച്ചിങ്ങായിട്ട് മടക്കി കൊടുക്കുക. അപ്പം നമ്മളിത് ആവിയിലാണ് കേട്ടോ പുഴുങ്ങിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ പാനിൽ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ആവിയിൽ പുഴുങ്ങിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇലയുടെ അവിടെ ഉണ്ടാക്കുന്ന നേരത്തിന് ഞാൻ ഇഡ്ലിച്ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതൊക്കെ പരത്തി കഴിയുമ്പോൾ അപ്പോൾ നേരെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഉണ്ടാക്കി വന്നപ്പോൾ എണ്ണം കൂടുതലായിരുന്നു കേട്ടോ. അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും മാവ് ഇതുപോലെ നല്ല ലൂസ് പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട കിട്ടും കേട്ടോ. ഇപ്പോൾ ഗോതമ്പിൻ്റെ അട നമ്മൾ ഭയങ്കര കട്ടിയിൽ കുഴച്ചെടുത്ത് പരത്തി കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് അട മുഴുവനും ഞാൻ ഇഡ്ലിച്ചെമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പം എടുത്ത കുറച്ച് പാത്രങ്ങളില്ല, അത് കൈയോടെ കഴുകിയേക്കാം കേട്ടോ. എല്ലാ പാത്രം അവസാനത്തേക്ക് കഴുകാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കൂടും. എടുക്കണതൊക്കെ അപ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിയും കഴിയും, നമ്മുടെ കിച്ചണും വെടുപ്പാവട്ടോ. പിന്നെ അട ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. പിന്നെ അതിൽ ബാക്കി വന്ന ഫില്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് നമ്മൾ മാവ് കുഴക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ച് മാവ് എടുത്തിങ്ങായിട്ട് ആ ഫില്ലിങ്സ് വെച്ചിട്ട് കൊഴുക്കട്ടെ ആക്കാൻ വിചാരിച്ചു. പിന്നെ അതായിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ചിക്കൻ ചീസ് ബോക്സ് ഇല്ലേ, അതിലേക്കും മുട്ടക്കറികൾക്കും വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി എടുത്തിങ്ങായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അട അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ചൂടാറിന് ശേഷം അതിൽ നിന്ന് എടുക്കുക. ഈ നേരം
നേരം കൊണ്ട് നമ്മുടെ ക്യാപ്സിക്കവും സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അരിഞ്ഞെടുക്കുന്നത് നമ്മുടെ ചിക്കൻ ചീസ് ബോക്സിലേക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ആദ്യം അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കണില്ല കേട്ടോ. ഇപ്പം നോമ്പ് തുടങ്ങിയത് മുതൽ അടുപ്പിച്ച് തന്നെ കസ്റ്റാർഡ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് പിന്നെ ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്ന് ഫ്രൂട്ട്സും ജ്യൂസും തന്നെയാണ്. പിന്നെ ഈ ഒരു ചിക്കൻ ചീസ് ബോക്സും അതുപോലെ ഇലയടയാണ് കേട്ടോ. പിന്നെ ഇടിയപ്പവും മുട്ടക്കറി. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ പണി പെട്ടെന്ന് കഴിയട്ടെ. നമ്മൾ തലേ ദിവസം തന്നെ നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഓരോന്നിനായിട്ട് വേണ്ടത് ഓരോന്നായിട്ട് ചെയ്യുക. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പണിയുള്ള പോലെ തോന്നും. ഇതുപോലെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പണി പെട്ടെന്ന് കഴിയട്ടെ. സംസ്കാരത്തിന് ശേഷമാണ് നമ്മൾ കിച്ചണിൽ കയറാറുള്ളത്. അപ്പോൾ അതാ ചിക്കൻ ചീസ് ബോക്സിലേക്ക് വേണ്ട ചിക്കൻ, തക്കാളി, സവാള, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടക്കറിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, സവാള, തക്കാളി, മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട പുഴുങ്ങിയതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടക്കറികൾക്ക് വേണ്ട തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇടിയപ്പത്തിലേക്ക് ഇടാനുള്ള തേങ്ങ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നേരത്തെ ഫില്ലിങ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മാവിൽ ആ ഒരു ഫില്ലിങ്സ് ഉൾപ്പെടുത്തിയിട്ട് 2 കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഇടിയപ്പത്തിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. മുമ്പൊക്കെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിങ്ങനെ ചുറ്റി തരുന്നത് റാശിയാണ് കേട്ടോ. ഞാൻ കുഴക്കൽ മാത്രമാണ് ചെയ്യാറുള്ളത്. എനിക്ക് ഭയങ്കര ടൈറ്റായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ചുറ്റാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ രീതിയിൽ മാവ് കുഴക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്പീഡിൽ ചുറ്റി കഴിയും കേട്ടോ. ഒട്ടും ടൈറ്റ് ഉണ്ടാവില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇടിയപ്പത്തിന് ചുറ്റാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു ഇത് ഉമ്മച്ചി ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ഉമ്മ ഇതേമാതിരി ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തട്ടിൽ ആദ്യം ഇച്ചിരിക്കോളം തേങ്ങ ഇട്ട് കൊടുക്കും. പിന്നെ അത് ചുറ്റിയിട്ട് കഴിഞ്ഞതിന് ശേഷം മുകളിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. അത് ഉമ്മച്ചി ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാനും അത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു തട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അടുത്ത തട്ടും ഇതുപോലെ നിറച്ചിങ്ങാനിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇറക്കുമ്പോൾ അപ്പം തന്നെ ഇതും വെക്കാമല്ലോ. നമ്മളിവിടെ റംലാന് കൂടുതലും ഇടിയപ്പവും പത്തിരിയും തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ഇടയിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് പൂതി തോന്നുമ്പോൾ അതും അങ്ങനെ ഉണ്ടാക്കും. പിന്നെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം ഞാൻ ഇഡ്ലിച്ചെമ്പ് എടുത്തുങ്ങാനിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ നമ്മുടെ ചിക്കൻ ചീസ് ബോക്സ് ഇല്ലേ, അതിന് വേണ്ട പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് ഇടാം കേട്ടോ, അതിൻ്റെ മസാലയൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഒരു തട്ട് ഇറക്കി അപ്പോൾ അടുത്ത തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ചീസ് ബോക്സിൻ്റെ ഷോർട്ട്സ് ഇടാം. ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാളൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വാടി കഴിയും കേട്ടോ. അപ്പോൾ സവാള വാടി വന്നപ്പോൾ ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളിയും വാടി വന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, കറിമസാലപ്പൊടി, കുരുമുളക് പൊടി, ചെറിയ ജീരകം, വലിയ ജീരകം കൂടെ പൊടിച്ചത് ഒരു നുള്ളി ഇത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിനകത്ത് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടേ ഇല്ല. പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. തിളച്ച് വന്ന സമയത്ത് നമ്മൾ മുട്ട ഇതുപോലെ ഒന്ന് വരിഞ്ഞിങ്ങായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ ഈ കറിയുടെ മസാല നന്നായിട്ട് പിടിക്കും. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഒന്നവിടെ കിടന്ന് തിളച്ചോട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് നമ്മളിവിടെ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാനിപ്പോൾ അരപ്പാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊന്നും ചേർക്കില്ല, തേങ്ങയും വെള്ളവും ഒഴിച്ചിങ്ങാണ്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക. നേരെ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകിങ്ങാണ്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പം ഇത്ര അധികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ പിഴിയുന്നില്ല കേട്ടോ. ഇത്തിരി ചാറ് ഇതിലാണ് ഇടിയപ്പത്തിന് എപ്പോഴും കറി എടുക്കാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഇത്തിരി അധികം ചാറ് പോലെ ആക്കിയെടുത്തത്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിങ്ങാനിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ മുട്ടക്കറി അവിടെ അയച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ചിക്കൻ ചീസ് ബോക്സ് ഇല്ലേ, അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ മറക്കേണ്ട, അത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതും ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഉണ്ടാക്കിയതല്ല, മസാല ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് കൂടുതലായി. അപ്പം നമ്മൾ എന്താക്കി, കുറച്ച് ഇന്നേക്കുള്ള എടുത്തിട്ട് ബാക്കി നേരെ സിപ്ലോ കവറിലാക്കി കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ചാൽ അപ്പം എടുത്തിങ്ങായിട്ട് നേരെ പൊരിച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഉണ്ടാക്കി വന്നപ്പോൾ ഇത്രയായിട്ടോ. അപ്പം നമ്മൾ ഇന്നേക്കുള്ള എടുത്തിട്ട് ബാക്കി നേരെ കവറിലാക്കി ഫ്രീസറിൽ വെച്ച് ഇനി നമുക്ക് ജ്യൂസും വിംടോയും കൂടെ കലക്കിയെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെയല്ല, ജ്യൂസ് അടിക്കുക, വിംടോ കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ജ്യൂസ് നമ്മളിന്ന് മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പറയാറില്ലേ, ഇവിടെ ജ്യൂസ് അടിക്കാൻ നമ്മൾ പൾപ്പ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് മാങ്ങയുടെ പൾപ്പ് കൊടുത്തിട്ടുണ്ട്, വിംടോയും എടുത്തിട്ടുണ്ട് കേട്ടോ.
നല്ല മധുരമുള്ള മാങ്ങ നമ്മൾ ജ്യൂസ് അടിക്കൂലേ അതേ ടേസ്റ്റാണ് കേട്ടോ. ഒരു വ്യത്യാസം ഉണ്ടാവില്ല പൾപ്പിന്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പൾപ്പും കുറച്ച് പഞ്ചസാര ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിങ്ങാട്ട് അതൊന്ന് അടിച്ചെടുത്തിങ്ങാട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊരു ജഗ്ഗിലാക്കിയിട്ടുണ്ട്. പിന്നെ വിംടോ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ ചെറുനാരങ്ങ നീര് ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് 2-3 ഇട്ട് കൊടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കലക്കിങ്ങായിട്ട് അതോടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ എടുത്തത് പേരയ്ക്കയും മാങ്ങയാണ് കേട്ടോ. പിന്നെയാണ് ഓർമ്മ വന്നത് മാങ്ങ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ മാങ്ങ എടുത്ത് മാറ്റിങ്ങായിട്ട് മുസമ്പി അരിഞ്ഞ് വെക്കണം കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ചീസ് ബോക്സ് ഫ്രൈ ചെയ്തെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ചീസ് തണുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ചീസ് വലിഞ്ഞ് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ലാസ്റ്റാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് റാശി ഒന്നിങ്ങായിട്ട് ടേബിൾ മേലെ എല്ലാം കൊണ്ടുവച്ചിങ്ങായിട്ട് എല്ലാം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓരോന്നും എടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്ത് വെച്ചത്. ഇത് വല്ലാണ്ട് മുരിയൊന്നും വേണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ഇതായി കിട്ടും. ഇതുപോലെ ഒരു കളർ മാറി വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. പ്രാവശ്യം എല്ലാം അവിടെ കൊണ്ടുവച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം റാശി പള്ളിയിൽ പോകും, ഞാനിവിടെ നിസ്കരിക്കും. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇശാസ്കാരവും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ മേശയുമ്പോൾ ഈ പാത്രങ്ങളൊക്കെ എടുക്കാറുള്ളത്. നിശാസ്കാരം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ നേരെ അടുക്കളയിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നോമ്പ് പറഞ്ഞ പാത്രങ്ങളില്ലേ അതൊക്കെ നമ്മൾ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് അവിടെ കമഴ്ത്തി വെക്കട്ടാ. ബാക്കി പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല, ബാക്കിയൊക്കെ നമ്മൾ അപ്പാപ്പ കഴുകി വെക്കണ്ടാ ചെയ്യാറ്. ലാസ്റ്റ് വന്ന ഒരു ചീനിച്ചട്ടിയും അതുപോലെ തന്നെ ആ ഒരു പാത്രങ്ങളാണ് കഴുകിയെടുക്കുന്നത്. ഈ ഗ്ലാസും പ്ലേറ്റും ഒക്കെ ഇവിടെ വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തുറന്നതിന് ശേഷം എടുത്ത് വെക്കുള്ളൂ കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് അടുപ്പ് എല്ലാ ദിവസവും ഇതുപോലെ തേച്ച് കഴുകും. അതിപ്പോൾ നോമ്പിനൊന്നും തന്നെയല്ല എല്ലായ്പ്പോഴും ഗ്യാസ് അടുപ്പ് രാത്രിയാകുമ്പോൾ ഇതുപോലെ തേച്ച് തുടച്ചെടുക്കണം കേട്ടോ ചെയ്യാം. പിന്നെ സ്ലേവൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് സ്പ്രേ ബോട്ടിൽ എപ്പോഴും ഇച്ചിരി ഷാമ്പു അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ. അത് വെച്ചിട്ടാണ് സ്പ്രേ ചെയ്തിട്ട് സ്ലേവൊക്കെ ഒന്ന് തുടച്ചെടുക്കാറ്. അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റാക്കി നമ്മുടെ കിച്ചണൊക്കെ ഇവിടെ വൃത്തിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സ് ബാക്കി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടിയപ്പവും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്താഴത്തിന് ചീരകഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചീരകഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മൾ അത്താഴത്തിനും കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. നമ്മൾ അത്രയും കുറേ ദിവസമൊന്നും ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കാറില്ല. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് ചോറ് മാത്രമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നാസ്തയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോയിട്ടാ നേരെ പോയത് നമ്മുടെ ചായക്കാരനേക്കാണ് കേട്ടോ. അവിടെ പോയി ഇങ്ങോട്ട് നല്ല ചൂട് ചായ കുടിച്ച് ഈ ഒരു സമയത്താണ് കേട്ടോ എല്ലാവരും പുറത്തിറങ്ങാൻ. റോട്ടിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കുള്ളൂ. ഞങ്ങൾ എല്ലാ റമളാനിലും സൂക്ക് വാക്കിഫിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നോമ്പ് തുറക്കാൻ പോകാറുണ്ട് കേട്ടോ. അത് കുറച്ച് സ്പെഷ്യലാണ്. അപ്പം അതൊക്കെ വരുന്ന വ്ളോഗുകളിൽ ഇടാം കേട്ടോ. നമ്മൾ ഇതേമാതിരി നാസ്തയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങും. ചായ കുടിച്ചിട്ട് വെറുതെ ഒക്കെ ഒന്ന് കറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് എത്താം കേട്ടോ. അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഒന്ന് പോയത് കോർണിഷിൽക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.